ഇത് ഗിത്താർ ബിഗിനേഴ്സിന് വേണ്ടിയുള്ളൊരു ലെസണാണ്. എന്നുവെച്ചാൽ ഗിത്താർ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത, ആദ്യമായി പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ലെസണാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഗിത്താറിൻ്റെ പാർട്സ് നോക്കാം. ഗിത്താറിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതിനെ ഗിത്താർ ബോഡി എന്നാണ് പറയുക. പിന്നെ ഈ കാണുന്നത് സൗണ്ട് ഹോള്, പിന്നെ ഇത് ബ്രിഡ്ജ്, സ്ട്രിങ്ങിൻ്റെ ഒരറ്റം കെട്ടിരിക്കുന്നത് ഇവിടെയാണ് ബ്രിഡ്ജ്. പിന്നെ ഇതിന് ഫ്രെറ്റ് ബോർഡ് എന്നാണ് പറയുക, ഈ കാണുന്നതിന്, അതായത് നമ്മൾ ഫ്രെറ്റ് ചെയ്യുന്ന ബോർഡ്. പിന്നെ ഇത് ട്യൂൺ ചെയ്യുന്ന ഈ സ്ക്രൂവിനെ ട്യൂണിങ് പെഗ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ അടിയിലത്തെ പോർഷനെ നെക്ക് എന്ന് വിളിക്കും. നെക്ക്, ട്യൂണിങ് പെഗ്, പിന്നെ ഗിത്താർ ബോഡി, സൗണ്ട് ഹോള്, ബ്രിഡ്ജ്. ഓക്കെ. ഇനി അടുത്തത് ഗിത്താർ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഗിത്താർ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് ലെഗിൽ ഇതിൻ്റെ ഈ ബോട്ടം വരുന്ന രീതിയിലാണ് വെക്കുന്നത്. റൈറ്റ് ലെഗിലും റൈറ്റ് ഹാൻഡിലുമാണ് നമ്മുടെ ഗിത്താർ ഇരിക്കുന്നത്. ഓക്കെ. ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഫ്രെറ്റ് ചെയ്യാനുള്ളതാണ്. ലെഫ്റ്റ് ഹാൻഡ് വെച്ചല്ല ഇതിങ്ങനെ പിടിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചില്ലെങ്കിലും ഇത് ഇങ്ങനെ ഇരിക്കണം, റൈറ്റ് ലെഗിലും റൈറ്റ് ഹാൻഡിലും. ഓക്കെ. അപ്പോൾ ഇതിരിക്കുമ്പോൾ ഈ ബോർഡ് നമ്മുടെ ഫ്ലോറിന് പാരലായിട്ട് വെക്കുക. ഒരുപാട് ഇങ്ങനെ താന്നും പോകരുത്. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ വെച്ച് വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ക്ലാസിക്കൽ ഗിത്താറാണ് ഇടത്തെ കാലിൽ വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്നത്. സാധാരണ നമ്മുടെ അക്കോസ്റ്റിക് ഗിത്താർ ഇങ്ങനെയാണ് വെക്കാറ്. ഓക്കെ. വലത്തെ കാലിൽ ഇതിൻ്റെ ഈ കർവ് വരുന്ന പോർഷനിൽ ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ കറക്റ്റ് വെർട്ടിക്കലായിട്ട് തന്നെ വെക്കണമെന്നില്ല. കറക്റ്റ് വെർട്ടിക്കലായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് സ്ട്രിങ് കാണാൻ പറ്റത്തില്ല. ചെറിയൊരു ചരിവ് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ എൽബോ ആണ് റെസ്റ്റ് ചെയ്യേണ്ടത്, ഷോൾഡർ അല്ല. ചില ആൾക്കാർ ഷോൾഡർ റെസ്റ്റ് ചെയ്യും. ഷോൾഡർ റെസ്റ്റ് ചെയ്താൽ ഇതിങ്ങനെ പൊങ്ങും. എൽബോ ആണ് ഇവിടെ റെസ്റ്റ് ചെയ്യേണ്ടത്. എൽബോ ആണ് റെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഗിത്താർ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിക്ക് ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഇത് ഒരുപാട് അകത്ത് കയറി പോകരുത്, ഒരുപാട് വെളിയിലോട്ടും ഇങ്ങനെ വന്നിരിക്കരുത്. ജസ്റ്റ് ഒരു 2 സെൻറ്റിമീറ്റർ വെളി വരുന്ന രീതിയിൽ. പെർഫെക്റ്റ് മെഷർമെൻറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മളത് കറക്റ്റായിട്ടല്ല പഠിക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് തനിയെ കറക്റ്റ് ആയിക്കോളും. അത് ഒരുപാട് വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചൂണ്ടുവിരലും തള്ളവിരലും വെച്ചാണ് സാധാരണ ഇങ്ങനെയാണ് പിടിക്കാറ്. ഓക്കെ. പിന്നെ അടുത്തത് ഗിത്താറിന് സ്ട്രിങ്ങിൻ്റെ നെയിംസ് എന്ന് പറയുന്നത്, സ്ട്രിങ്ങിനെ നമ്മൾ ശബ്ദം വെച്ചിട്ടും നെയിം ചെയ്തിട്ടുണ്ട്, അതേപോലെ ന്യൂമറിക്കലായിട്ട് നെയിം ചെയ്തിട്ടുണ്ട്. ന്യൂമറിക്കലായിട്ടാണെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. 1 2 3 4 5 6. ഇനി ശബ്ദം വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രെറ്റ് ചെയ്യാതെ, അതായത് ഇടത്തെ കൈ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഓരോ സ്ട്രിങ്ങും നമ്മൾ ജസ്റ്റ് ഇവിടെ പ്ലക്ക് ചെയ്താൽ ഏത് ശബ്ദമാണോ കിട്ടുന്നത് ആ ശബ്ദം വെച്ചിട്ട് ആണ് നമ്മളതിനെ നെയിം ചെയ്തിരിക്കുന്നത്. ആ ശബ്ദം സ്റ്റാൻഡേർഡ് ട്യൂണിങ് ആണെങ്കിൽ അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് മുകളിലത്തത് ഇ, താഴത്തത് എ, അതിന് താഴത്തത് ഡി, അതിന് താഴത്തത് ജി, അതിന് താഴത്തത് ബി, അതിന് താഴത്തത് വീണ്ടും ഇ തന്നെയാണ്. മുകളിലത്തും താഴത്തതും ഇ തന്നെയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാനൊക്കെ ഒരു വഴിയുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്പർ വെച്ചും കാണിച്ചിട്ടുണ്ട്. താഴെ നിന്ന് മുകളിലോട്ട് ആണ് നമ്പർ ചെയ്യുന്നത്. 1 2 3 4 5 6. സൗണ്ട് വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. മുകളിൽ നിന്ന് താഴോട്ടോ താഴെ നിന്ന് മുകളിലോട്ടോ നോക്കാം. മുകളിൽ താഴെയാണെങ്കിൽ ഇ എ ഡി ജി ബി ഇ. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് റൈറ്റ് സൈഡിൽ എഡി എറ്റ് ഡൈനാമൈറ്റ് ഗുഡ് ബൈ എഡി എന്നൊരു ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഓർത്തിരിക്കുക. അത് ആദ്യം പഠിക്കുന്ന സമയത്ത് ആവശ്യമുള്ളൂ, പിന്നെ ഇതിന് ബൈ ഹാർട്ട് ആയിക്കോളും. ഓക്കെ. ഇ എ ഡി ജി ബി ഇ അതാണ് ശബ്ദം. നമ്മൾ ഓപ്പണായിട്ട് മുകളിലത്തെ സ്ട്രിങ് വായിച്ചാൽ ഇ എന്നുള്ള ശബ്ദമായിരിക്കും. ഫ്രീക്വൻസിയിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ശബ്ദമായിരിക്കും കേൾക്കുക. രണ്ടാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ അല്ല, 5ാമത്തെ സ്ട്രിങ് ആണെങ്കിൽ എ എന്നുള്ള ശബ്ദമായിരിക്കും. നാലാമത്തെ സ്ട്രിങ് ആണെങ്കിൽ ഡി, 3ാമത്തെ ആണെങ്കിൽ ജി എന്നുള്ള ശബ്ദം, 2ാമത്തെ ആണെങ്കിൽ ബി, 1ാമത്തെ ആണെങ്കിൽ ഇ. ഓക്കെ. അതാണ് സ്ട്രിങ്ങിൻ്റെ നെയിമിങ്. അപ്പോൾ അത് ഞാനിപ്പോൾ ജസ്റ്റ് പ്ലക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇ എ ഡി ജി ബി ഇ. അതിന് മുന്നേ നിങ്ങൾ ഗിത്താർ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തിരിക്കണം. ട്യൂൺ ചെയ്തിട്ട് എപ്പോഴും വായിക്കാൻ എടുക്കാവൂ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ടത് ക്രോമാറ്റിക് സ്കെയിലാണ്. ക്രോമാറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ
ഇതാണ് സി, സി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഇ, എഫ്, എഫ് ഷാർപ്പ്, ജി, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി, സി. ഈ 12 നോട്ട്സിനെയാണ് ക്രോമാറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇക്കും ബിക്കും ഷാർപ്പില്ല, ബാക്കി എല്ലാത്തിനും ഷാർപ്പ് നോട്ടുണ്ട്. സിക്ക് ഷാർപ്പുണ്ട്, ഡിക്ക് ഷാർപ്പുണ്ട്, ഇ കഴിഞ്ഞ് ഡയറക്റ്റ് എഫിലാണ് പോകുന്നത്, ഇക്ക് ഷാർപ്പില്ല. പിന്നെ എഫ് ഷാർപ്പ്, ജി, ജി ഷാർപ്പ്, എ ഷാർപ്പ്, അത് കഴിഞ്ഞ് ബി, പിന്നെ ബിക്ക് ഷാർപ്പില്ല, വീണ്ടും സി. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ സിയുടെ അടുത്ത ഒക്ടേവ്. ഇത് രണ്ടും സെയിം ശബ്ദമാണ്, പക്ഷേ ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ്, ഈ സിയും ഈ സിയും. ഓക്കെ, അപ്പോൾ ഈ ഷാർപ്പ് നോട്ട് ചില ആൾക്കാർക്കൊരു ഡൗട്ട് കാണുമായിരിക്കും. സാധാരണ നമ്മൾ സപ്തസ്വരങ്ങൾ 7 എന്നാണ് പറയുക, പക്ഷേ 12 നോട്ട് എങ്ങനെയാണ് വരുന്നത്? അത് ഈ ഷാർപ്പും കൂടെ ചേർത്തിട്ടാണ്. ഷാർപ്പെന്നും അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്നും വിളിക്കാറുണ്ട് ഇതിനെ. ഒന്നുകിൽ സിയുടെ ഷാർപ്പെന്നും അല്ലെങ്കിൽ ഡിയുടെ ഫ്ലാറ്റ് എന്നും ഈ സി ഷാർപ്പിനെ വിളിക്കാം. അതെന്താണെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി ഞാൻ നമ്മുടെ ഒരു ഇത് കാണിച്ചു തരാം. നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൽ അതിനെ സരിഗമ പദനിസ, സരിഗമ പദനിസ നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് 1 2 3 4 5 6 7 എന്നെഴുതി. ഈ 1ൻ്റെയും 2ൻ്റെയും ഇത്രയും ബേസിക് ശബ്ദങ്ങളാണ് ഉള്ളതെങ്കിലും 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കുള്ളൊരു ശബ്ദം, അല്ലെങ്കിൽ 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കൊരു വാല്യൂ നമ്പേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു 1.5 എന്നൊരു വാല്യൂ നമുക്കവിടെ എടുക്കാൻ സാധിക്കും. അതിനെ വീണ്ടും വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം, 1ൻ്റെ 1.5ൻ്റെ ഇടയ്ക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാം, പക്ഷേ അത്രയും ഇതിൽ നമ്മൾ പോകുന്നില്ല. അപ്പോൾ 1ൻ്റെ 2ൻ്റെ ഇടയ്ക്കൊരു ശബ്ദം നമുക്ക് കിട്ടും. അതിനെ 1നേക്കാൾ വലിയ ശബ്ദമെന്നോ 2നേക്കാൾ ചെറിയ ശബ്ദമെന്നോ 1.5നെ വിളിക്കാം. അത്രയേ ഉള്ളൂ ഈ ഷാർപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് വിളിക്കുന്നത്. സിയുടെ ഷാർപ്പെന്നോ ഡിയുടെ ഫ്ലാറ്റ് എന്നോ ആ സെയിം ശബ്ദത്തെ വിളിക്കാം. സെയിം ശബ്ദം തന്നെയാണത്, പക്ഷേ അതിനെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ശബ്ദങ്ങൾ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൽ അതിനെ പക്ഷേ ഇങ്ങനെയാണ് വിളിക്കുന്നത്. താഴെ നോക്കിയാൽ സ, രീവൺ, രീറ്റു, ഗാവൺ, ഗാറ്റു, മാവൺ, മാറ്റു, പ, ദാവൺ, താറ്റു, നീവൺ, നീറ്റു, സ. ഇതിനകത്ത് സായും പായും ഫിക്സ്ഡ് ആണ്. ബാക്കി എല്ലാ ശബ്ദങ്ങൾക്ക് 2 ശബ്ദമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ 12 നോട്ട് വരുന്നത്. ഈ 12 നോട്ടും നമുക്കൊരു മ്യൂസിക് ഉണ്ടാക്കാൻ ആവശ്യമില്ല. അപ്പോൾ ഈ 12 നോട്ടിനകത്തുനിന്ന് നമുക്ക് സായും പായും അത് കണക്ക് തന്നെ വെച്ചിട്ട് അതിൽ ഇഷ്ടമുള്ള, അതായത് ഇപ്പോൾ നീവൺ എടുക്കുന്നു, അല്ലെങ്കിൽ രീവൺ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഗാ വരുമ്പോൾ ഗാവണ്ണോ ഗാറ്റുവോ എടുക്കുന്നു. അത് വെച്ചിട്ട് 7 നോട്ട് വെച്ച് നമുക്ക് ഓരോ രാഗങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് രാഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ അവിടെ താഴെ മായാമാളവകളാണ് എഴുതിയേക്കുന്നത്. നമ്മൾ സംഗീതം പഠിക്കുന്നവരെ ആദ്യം പഠിപ്പിക്കുന്ന രാഗമാണ് അത്. അപ്പോൾ അതേപോലെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 12 നോട്ട് വെച്ചിട്ട് ഒരുപാട് പ്രോബബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് രാഗങ്ങൾ നമുക്ക് മൊത്തം 72 രാഗങ്ങളാണ് ഈ ശാസ്ത്രീയ സംഗീതം ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ 2 എഴുതിയിട്ടുണ്ട്, മായാമാളവകളയും പിന്നെ ഹരിരാംബോജി എന്ന് പറയുന്നത്. ഇപ്പം ഒരു രാഗം നമ്മൾ എഴുതിയിട്ട് അതിനകത്ത് ഒറ്റ നോട്ടൊന്നും മാറ്റിയാൽ, ഇപ്പം ഒരെണ്ണത്തിൽ ഞാൻ രീവൺ ഉപയോഗിച്ചു, ബാക്കി എന്നിട്ട് വേറൊരെണ്ണത്തിൽ ഞാൻ രീവൺ മാറ്റി രീറ്റു ആക്കി, പക്ഷെ ബാക്കി എല്ലാ നോട്ടും സെയിം ആണെന്ന് വിചാരിക്കുക. ആ ഒരൊറ്റ നോട്ട് മാറിയാൽ മതി, ആ രാഗത്തിൻ്റെ ഭാവം മാറും. ഇപ്പം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഭാവമായിരുന്നെങ്കിൽ അത് മാറി ഒരു ദുഃഖിപ്പിക്കുന്ന ഭാവം ആവും. ഒരൊറ്റ നോട്ട് മാറിയാൽ മതിയാവും ഇതിൻ്റെ ഫീല് കംപ്ലീറ്റ് മാറാം. അപ്പോൾ അവിടെയാണ് ഈ ഷാർപ്പ് നോട്ടും ഫ്ലാറ്റ് നോട്ടും പ്രാധാന്യം മനസ്സിലാവുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ വെസ്റ്റേണിൽ ഷാർപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഷാർപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അതാണ്. അതും കൂടെ ചേർത്തിട്ട് 12 നോട്ട്സ് വരുന്നതിനെയാണ് ഈ ക്രോമാറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി, സി. ഇക്കും ബിക്കും ഷാർപ്പില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഓപ്പൺ, അതായത് ഏറ്റവും മുകളിലത്തെ സ്ട്രിങ് അല്ലെങ്കിൽ ഈ സ്ട്രിങ്, ഇത് മറന്നു പോയെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. എഡ്ഡി, എറ്റ്, ഡൈനാമൈറ്റ്, ഗുഡ് ബൈ, എഡ്ഡി. മുകളിൽ താഴോട്ടാണ്. അപ്പോൾ മുകളിലത്തെ സ്ട്രിങ് ഇ ആണ് ഓപ്പൺ വായിച്ചാൽ. അതിൻ്റെ ഫസ്റ്റ് ഫ്രെറ്റ് ശരിക്കും ഇങ്ങനെയാണ് ഫ്രെറ്റ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. ഫസ്റ്റ് ഫ്രെറ്റ് ഞാൻ പിടിച്ചാൽ കിട്ടുന്ന ശബ്ദം അതാണ്. ക്രോമാറ്റിക് സ്കെയിൽ നോക്കിയാൽ ഈ കഴിഞ്ഞ് തൊട്ടടുത്ത ശബ്ദം, കാരണം ഇവിടെ സ്ട്രിങ് ടൈറ്റ് ആവുകയാണ്, അപ്പം ഫ്രീക്വൻസി കൂടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹയർ ശബ്ദമാണ് വരുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രെറ്റ് പ്രസ് ചെയ്താൽ എഫ്, സെക്കൻഡ് ഫ്രെറ്റ് പ്രസ് ചെയ്താൽ എഫ് ഷാർപ്പ്, അത് കഴിഞ്ഞാൽ ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി, സി. ബിക്ക് ഷാർപ്പില്ല, സി ആണ്. സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ. 12
രണ്ടാമത്തെ ഫ്രെറ്റ് വന്നപ്പോൾ വീണ്ടും ഈ വന്നു. ഈ 2 ഡോട്ടുള്ളത് 12ാമത്തെ ഫ്രെറ്റാണ് ഈ. ഓക്കെ, അങ്ങനെ ഓരോ സ്ട്രിങ്ങും നിങ്ങൾക്ക് നോക്കാം. അടുത്തത് എ സ്ട്രിങ് ആണ്. എ ഓപ്പണായിട്ട് വായിച്ചാൽ എ ആണ്. ഫസ്റ്റ് ഫ്രെറ്റ് പ്രസ് ചെയ്താൽ അത് എ ഷാർപ്പ് ആവും. അത് കഴിഞ്ഞാൽ ബി, അത് കഴിഞ്ഞാൽ സി. ബിക്ക് ഷാർപ്പില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് സി ആണ്. അത് കഴിഞ്ഞ് സി ഷാർപ്പ്. അങ്ങനെ ഓരോന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നോട്ട്സ് എങ്ങനെയാണ് ഇന്നത്തെ കിടക്കുന്നത്. പിന്നെ ഫ്രെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രെറ്റ് എന്താണെന്ന് പറഞ്ഞില്ല. ഈ വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ മെറ്റൽ സ്ട്രിപ്പിൻ്റെ ഇടയ്ക്കുള്ള ആ പോർഷൻ, അതാണ് ഫ്രെറ്റ്. അപ്പോൾ ഇത് 1ാമത്തെ ഫ്രെറ്റ്, ഇത് 2ാമത്തെ ഫ്രെറ്റ്, ഇത് 3ാമത്തെ ഫ്രെറ്റ്, 4ാമത്തെ ഫ്രെറ്റ്, 5ാമത്തെ ഫ്രെറ്റ്, 6ാമത്തെ ഫ്രെറ്റ്, 7ാമത്തെ ഫ്രെറ്റ്, അങ്ങനെ. അപ്പോൾ നിങ്ങൾ 10ാമത്തെ ഫ്രെറ്റിൽ ഇപ്പം 1ാമത്തെ സ്ട്രിങ് 10ാമത്തെ ഫ്രെറ്റ് പ്രസ് ചെയ്യാൻ ഒരാൾ പറഞ്ഞാൽ അവിടുന്ന് കൗണ്ട് ചെയ്ത് വരേണ്ട കാര്യമില്ല. അതിനാണ് ഈ ഡോട്ട് ഇട്ടിരിക്കുന്നത്. 3ൻ്റെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 3ൻ്റെ അവിടെ ഡോട്ടുണ്ട്, 5ൻ്റെ അവിടെ ഉണ്ട്, 7, 9, 12. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 9 ഇതാണെന്ന് അറിയാം. അപ്പോൾ തൊട്ടിപ്പുറത്ത് 12, സോറി 10, 9, 10, 11, 12. അതാണെങ്കിൽ ഏത് സ്ട്രിങ്ങിൻ്റെ ഏത് ഫ്രെറ്റ് പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നോക്കണ്ട. നമ്മൾ ഇത് വെച്ച് നമുക്കറിയാം ഇത് 9 ആണെന്ന് അറിയാം. അപ്പം 11 പിടിക്കാൻ പറഞ്ഞാൽ ഇത് 2 കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 12ന് മുന്നേ ഉള്ള ഫ്രെറ്റാണ് 11. ഓക്കെ, ഈ ബേസിക് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് വീഡിയോ ഇട്ടത്. പിന്നെ വേറെ ഓക്കെ, പിന്നെ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓരോ നോട്ടും ആയിട്ടൊന്നും പരിചയമാവുക. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. നമ്മൾ ഫ്രെറ്റ് ചെയ്യുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്ട്രിങ് ഫസ്റ്റ് ഫ്രെറ്റ് പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഫ്രെറ്റിന് ഇത്രയും സ്പേസ് ഉണ്ട്. ഇതിനകത്ത് എവിടെ ഫ്രെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ മെറ്റൽ സ്ട്രിപ്പിൻ്റെ തൊട്ട് ബാക്കിൽ, അവിടെയാണ് കറക്റ്റ് സൗണ്ട് കിട്ടുന്നത് ആ നോട്ടിൻ്റെ. ഒരുപാട് ഇവിടെ പോലെ ഇവിടെ പോയപ്പോൾ കണ്ടോ ശബ്ദം ഒരുപാട് മ്യൂട്ട് പോലെ ആയിപ്പോയി. ഈ സ്ട്രിപ്പിൻ്റെ ഡയറക്റ്റ് മുകളിലും വിരൽ തൊട്ട് ബാക്കിൽ ക്ലിയർ സൗണ്ട് കിട്ടുന്ന എവിടെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാണെങ്കിൽ ഏത് ഫ്രെറ്റ് ആണെങ്കിലും സെക്കൻഡ് ഫ്രെറ്റ് ആണെങ്കിലും ഇവിടെ തൊട്ട് ബാക്കിൽ, തേർഡ് ഫ്രെറ്റ്, ഏത് സ്ട്രിങ് ആണെങ്കിലും ഏത് ഫ്രെറ്റ് ആണെങ്കിലും ഉള്ള കാര്യം പറഞ്ഞതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഫ്രെറ്റ് ചെയ്യുമ്പോൾ വിരൽ പെർപെൻഡിക്കുലറായിട്ട് വെക്കുക, ഇങ്ങനെ വെക്കരുത്. വിരലിൻ്റെ തുമ്പ് വെച്ചാണ് ഫ്രെറ്റ് ചെയ്യുന്നത്. നമ്മൾ തുമ്പ് വെച്ച് ഫ്രെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാമോ എന്നറിയത്തില്ല, ഇവിടെ ആദ്യമൊക്കെ വേദന ഉണ്ടാവും, പിന്നെ അവിടെ ഒരു തഴമ്പ് വരും. ആദ്യത്തെ വേദന അത് സഹിച്ചേ പറ്റത്തുള്ളൂ. അത് നല്ല സ്ട്രിങ്സും കൂടെ ആണെങ്കിൽ നല്ല വേദന വരും. പിന്നെ ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഈ ഫസ്റ്റ് ഫ്രെറ്റൊക്കെ പ്രസ് ചെയ്യുമ്പോൾ നല്ല പെയിൻ വരും. അതൊരു ഒരാഴ്ച 2 ആഴ്ച നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും, അതങ്ങ് മാറും. ഓക്കെ, ഒരു ബേസിക് തിയറി പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഓരോ സ്ട്രിങ്ങും ഈ പറഞ്ഞ ക്രോമാറ്റിക് സ്കെയിൽ വെച്ച് ഓരോ നോട്ടൊന്ന് പരിചയമാവുക. ഇത് ഓപ്പൺ വായിച്ചാൽ ഈ, അതായത് ഏറ്റവും ടോപ്പിലെ സ്ട്രിങ് ഫസ്റ്റ് ഫ്രെറ്റ് പ്രസ് ചെയ്താൽ എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്. അതേപോലെ ഓരോ സ്ട്രിങ്ങിൻ്റെയും ഓപ്പൺ നോട്ട് ആദ്യം നോക്കിയിട്ട് ഫസ്റ്റ് ഫ്രെറ്റ് ചെയ്യുമ്പോൾ ഏതാവും എന്നുള്ളത് ആ നോട്ട് നിങ്ങൾക്ക് പോസ് അടിച്ചിട്ട് വേണമെങ്കിൽ ആ ക്രോമാറ്റിക് സ്കെയിൽ എഴുതിയെടുക്കുക, എന്നിട്ട് നോക്കിയാലും മതി. ഓക്കെ, ഇത് ഗിത്താർ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ലെസണാണ്. എന്നുവെച്ചാൽ ഗിത്താർ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത, ആദ്യമായി പഠിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ലെസണാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഗിത്താറിൻ്റെ പാർട്സ് നോക്കാം. ഗിത്താറിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതിനെ ഗിത്താർ ബോഡി എന്നാണ് പറയുക. പിന്നെ ഈ കാണുന്നത് സൗണ്ട് ഹോള്, പിന്നെ ഇത് ബ്രിഡ്ജ്, സ്ട്രിങ്ങിൻ്റെ ഒരറ്റം കെട്ടിയിരിക്കുന്നത് ഇവിടെയാണ് ബ്രിഡ്ജ്. പിന്നെ ഇതിനെ ഫ്രെറ്റ് ബോർഡ് എന്നാണ് പറയുക, ഈ കാണുന്നതിന്, അതായത് നമ്മൾ ഫ്രെറ്റ് ചെയ്യുന്ന ബോർഡ്. പിന്നെ ഇത് ട്യൂൺ ചെയ്യുന്ന ഈ സ്ക്രൂവിനെ ട്യൂണിങ് പെഗ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ അടിയിലത്തെ പോർഷനെ നെക്ക് എന്ന് വിളിക്കും. നെക്ക്, ട്യൂണിങ് പെഗ്, പിന്നെ ഗിത്താർ ബോഡി, സൗണ്ട് ഹോള്, ബ്രിഡ്ജ്. ഓക്കെ, ഇനി അടുത്തത് ഗിത്താർ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഗിത്താർ ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് ലെഗിൽ ഇതിൻ്റെ ഈ ബോട്ടം വരുന്ന രീതിയിലാണ് വെക്കുന്നത്. റൈറ്റ് ലെഗിലും റൈറ്റ് ഹാൻഡിലുമാണ് നമ്മുടെ ഗിത്താർ ഇരിക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഫ്രെറ്റ് ചെയ്യാനുള്ളതാണ്. ലെഫ്റ്റ് ഹാൻഡ് വെച്ചല്ല ഇതിങ്ങനെ പിടിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചില്ലെങ്കിലും ഇത് ഇങ്ങനെ ഇരിക്കണം, റൈറ്റ് ലെഗിലും റൈറ്റ് ഹാൻഡിലും. ഓക്കെ, അപ്പോൾ ഇതിരിക്കുമ്പോൾ ഈ ബോർഡ് നമ്മുടെ ഫ്ലോറിന് പാരലായിട്ട് വെക്കുക. ഒരുപാട് ഇങ്ങനെ താന്നും പോകരുത്. പിന്നെ ചില ആൾക്കാർ ഇങ്ങനെ വെച്ച് വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ക്ലാസിക്കൽ ഗിത്താറാണ് ഇടത്തെ കാലിൽ വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്നത്. സാധാരണ നമ്മുടെ അക്കോസ്റ്റിക് ഗിത്താർ ഇങ്ങനെയാണ് വെക്കാറ്.
ഓക്കെ, വലത്തെ കാലിൽ ഇതിൻ്റെ ഈ കർവ് വരുന്ന പോർഷനിൽ ഇങ്ങനെ വെക്കുന്നു. ഇങ്ങനെ കറക്റ്റ് വെർട്ടിക്കലായിട്ട് തന്നെ വെക്കണമെന്നില്ല. കറക്റ്റ് വെർട്ടിക്കലായിട്ട് വെച്ചാൽ നിങ്ങൾക്ക് സ്ട്രിങ് കാണാൻ പറ്റത്തില്ല. ചെറുതായിട്ട് ചെറിയൊരു ചരിവ് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ എൽബോ ആണ് റെസ്റ്റ് ചെയ്യേണ്ടത്, ഷോൾഡർ അല്ല. ചില ആൾക്കാർ ഷോൾഡറിൻ്റെ റെസ്റ്റ് ചെയ്യുക. ഷോൾഡർ റെസ്റ്റ് ചെയ്താൽ ഇതിങ്ങനെ പൊങ്ങും. എൽബോ ആണ് ഇവിടെ റെസ്റ്റ് ചെയ്യേണ്ടത്. എൽബോ ഇവിടെ ആണ് റെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിക്ക് ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. അപ്പോൾ ഇത് ഒരുപാട് അകത്ത് കയറി പോകരുത്, ഒരുപാട് വെളിയിലോട്ടും ഇങ്ങനെ വന്നിരിക്കരുത്. ജസ്റ്റ് ഒരു 2 സെൻറ്റിമീറ്റർ വെളി വരുന്ന രീതിയിൽ. പെർഫെക്റ്റ് മെഷർമെൻറ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മളത് കറക്റ്റായിട്ടല്ല പഠിക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് തനിയെ കറക്റ്റ് ആയിക്കോളും. അത് ഒരുപാട് വറി ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചൂണ്ടുവിരലും തള്ളവിരലും വെച്ചാണ് സാധാരണ ഇങ്ങനെയാണ് പിടിക്കാറ്. ഓക്കെ, പിന്നെ അടുത്തത് ഗിത്താറിൻ്റെ സ്ട്രിങ്ങിൻ്റെ നെയിംസ് എന്ന് പറയുന്നത്, സ്ട്രിങ്ങിനെ നമ്മൾ ശബ്ദം വെച്ചിട്ടും നെയിം ചെയ്തിട്ടുണ്ട്, അതേപോലെ ന്യൂമറിക്കലായിട്ട് നെയിം ചെയ്തിട്ടുണ്ട്. ന്യൂമറിക്കലായിട്ടാണെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. 1 2 3 4 5 6. ഇനി ശബ്ദം വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രെറ്റ് ചെയ്യാതെ, അതായത് ഇടത്തെ കൈ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ ഓരോ സ്ട്രിങ്ങും നമ്മൾ ജസ്റ്റ് ഇവിടെ വർക്ക് ചെയ്താൽ ഏത് ശബ്ദമാണോ കിട്ടുന്നത് ആ ശബ്ദം വെച്ചിട്ട് ആണ് നമ്മളതിനെ നെയിം ചെയ്തിരിക്കുന്നത്. ആ ശബ്ദം സ്റ്റാൻഡേർഡ് ട്യൂണിങ് ആണെങ്കിൽ അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് മുകളിലത്തത് ഇ, താഴത്തത് എ, അതിന് താഴത്തത് ഡി, അതിന് താഴത്തത് ജി, അതിന് താഴത്തത് ബി, അതിന് താഴത്തത് വീണ്ടും ഇ തന്നെയാണ്. മുകളിലത്തും താഴത്തതും ഇ തന്നെയാണ്. അപ്പോൾ അത് ഓർത്തിരിക്കാനൊക്കെ ഒരു വഴിയുണ്ട്. ഇതിപ്പോൾ ഞാൻ നമ്പർ വെച്ചും കാണിച്ചിട്ടുണ്ട്. താഴെ നിന്ന് മുകളിലോട്ട് ആണ് നമ്പർ ചെയ്യുന്നത്. 1 2 3 4 5 6. സൗണ്ട് വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. മുകളിൽ നിന്ന് താഴോട്ടോ താഴെ നിന്ന് മുകളിലോട്ടോ നോക്കാം. മുകളിൽ നിന്ന് താഴോട്ടാണെങ്കിൽ ഇ എ ഡി ജി ബി ഇ. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ട് റൈറ്റ് സൈഡിൽ എഡി എറ്റ് ഡൈനാമിക്സ് ഗുഡ് ബൈ എഡി എന്നൊരു ഇത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഓർത്തിരിക്കുക. അത് ആദ്യം പഠിക്കുന്ന സമയത്ത് ആവശ്യമുള്ളൂ, പിന്നെ ഇതിന് ബൈ ഹാർട്ട് ആയിക്കോളും. ഓക്കെ, ഇ എ ഡി ജി ബി ഇ അതാണ് ശബ്ദം. നമ്മൾ ഓപ്പണായിട്ട് മുകളിലത്തെ സ്ട്രിങ് വായിച്ചാൽ ഇ എന്നുള്ള ശബ്ദമായിരിക്കും. ഫ്രീക്വൻസിയിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ശബ്ദമായിരിക്കും കേൾക്കുക. രണ്ടാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ അല്ല, 5ാമത്തെ സ്ട്രിങ് ആണെങ്കിൽ എ എന്നുള്ള ശബ്ദമായിരിക്കും. നാലാമത്തെ സ്ട്രിങ് ആണെങ്കിൽ ഡി, 3ാമത്തെ ആണെങ്കിൽ ജി എന്നുള്ള ശബ്ദം, 2ാമത്തെ ആണെങ്കിൽ ബി, 1ാമത്തെ ആണെങ്കിൽ ഇ. ഓക്കെ, അതാണ് സ്ട്രിങ്ങിൻ്റെ നെയിമിങ്. അപ്പോൾ അത് ഞാനിപ്പോൾ ജസ്റ്റ് പ്ലക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇ എ ഡി ജി ബി ഇ. അതിന് മുന്നേ നിങ്ങൾ ഗിത്താർ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്തിരിക്കണം. ട്യൂൺ ചെയ്തിട്ട് എപ്പോഴും വായിക്കാൻ എടുക്കാവൂ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ടത് ഓക്കെ ക്രോമാറ്റിക് സ്കെയിലാണ്. ക്രോമാറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി, സി. ഈ 12 നോട്ട്സിനെയാണ് ക്രോമാറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇക്കും ബിക്കും ഷാർപ്പില്ല, ബാക്കി എല്ലാത്തിനും ഷാർപ്പ് നോട്ടുണ്ട്. സിക്ക് ഷാർപ്പുണ്ട്, ഡിക്ക് ഷാർപ്പുണ്ട്. ഇ കഴിഞ്ഞ് ഡയറക്റ്റ് എഫിലാണ് പോകുന്നത്. ഇക്ക് ഷാർപ്പില്ല. പിന്നെ എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, അത് കഴിഞ്ഞ് ബി, പിന്നെ ബിക്ക് ഷാർപ്പില്ല, വീണ്ടും സി. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ സിയുടെ അടുത്ത ഒക്ടേവ്. ഇത് രണ്ടും സെയിം ശബ്ദമാണ്, പക്ഷേ ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ്. ഈ സിയും ഈ സിയും. ഓക്കെ, അപ്പോൾ ഈ ഷാർപ്പ് നോട്ട് ചില ആൾക്കാർക്കൊരു ഡൗട്ട് കാണുമായിരിക്കും. സാധാരണ നമ്മൾ സപ്തസ്വരങ്ങൾ 7 എന്നാണ് പറയുക, പക്ഷേ 12 നോട്ട് എങ്ങനെയാണ് വരുന്നത്? അത് ഈ ഷാർപ്പും കൂടെ ചേർത്തിട്ടാണ്. ഷാർപ്പെന്നും അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്നും വിളിക്കാറുണ്ട് ഇതിനെ. ഒന്നുകിൽ സിയുടെ ഷാർപ്പെന്നും അല്ലെങ്കിൽ ഡിയുടെ ഫ്ലാറ്റ് എന്നും ഈ സി ഷാർപ്പിനെ വിളിക്കാം. അതെന്താണെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി ഞാൻ നമ്മുടെ ഒരു ഇത് കാണിച്ചു തരാം. നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൽ അതിനെ സരിഗമ പദനിസ നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് 1 2 3 4 5 6 7 എന്നെഴുതി. ഈ 1ൻ്റെയും 2ൻ്റെ ഇത്രയും ബേസിക് ശബ്ദങ്ങളാണ് ഉള്ളതെങ്കിലും 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്കുള്ളൊരു ശബ്ദം, അല്ലെങ്കിൽ 1ൻ്റെയും 2ൻ്റെ ഇടയ്ക്കൊരു വാല്യൂ നമ്പേഴ്സ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊരു 1.5 എന്നൊരു വാല്യൂ നമുക്ക് അവിടെ എടുക്കാൻ സാധിക്കും. അതിനെ വീണ്ടും വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 1ൻ്റെ 1.5ൻ്റെ ഇടയ്ക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാം, പക്ഷേ അത്രയും ഇതിൽ നമ്മൾ പോകുന്നില്ല. അപ്പോൾ 1ൻ്റെ 2ൻ്റെ ഇടയ്ക്കൊരു ശബ്ദം നമുക്ക് കിട്ടും. അതിനെ 1നേക്കാൾ വലിയ ശബ്ദമെന്നോ 2നേക്കാൾ ചെറിയ ശബ്ദമെന്നോ 1.5നെ വിളിക്കാം. അത്രയേ ഉള്ളൂ ഈ ഷാർപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് വിളിക്കുന്നത്.
സിയുടെ ഷാർപ്പെന്നോ ഡിയുടെ ഫ്ലാറ്റെന്നോ ആ സെയിം ശബ്ദത്തെ വിളിക്കാം. സെയിം ശബ്ദം തന്നെയാണത്, പക്ഷേ അതിനെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ശബ്ദങ്ങൾ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൽ അതിനെ പക്ഷേ ഇങ്ങനെയാണ് വിളിക്കുന്നത്. താഴെ നോക്കിയാൽ സ, രീവൺ രീറ്റു, ഗാവൺ ഗാറ്റു, മാവൺ മാറ്റു, പ, ഗാവൺ താറ്റു, നീവൺ നീറ്റു, സ. ഇതിനകത്ത് സായ്ക്കും പായ്ക്കും, സായും പായും ഫിക്സ്ഡ് ആണ്. ബാക്കി എല്ലാ ശബ്ദങ്ങൾക്ക് 2 ശബ്ദമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ 12 നോട്ട് വരുന്നത്. ഈ 12 നോട്ടും നമുക്കൊരു മ്യൂസിക് ഉണ്ടാക്കാൻ ആവശ്യമില്ല. അപ്പോൾ ഈ 12 നോട്ടിനകത്തുനിന്ന് നമുക്ക് സായും പായും അത് കണക്ക് തന്നെ വെച്ചിട്ട് അതിൽ ഇഷ്ടമുള്ള, അതായത് ഇപ്പോൾ നീവൺ എടുക്കുന്നു, അല്ലെങ്കിൽ രീവൺ എടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഗാ വരുമ്പോൾ ഗാവണ്ണോ ഗാറ്റുവോ എടുക്കുന്നു. അത് വെച്ചിട്ട് 7 നോട്ട് വെച്ച് നമുക്ക് ഓരോ രാഗങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് രാഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ അവിടെ താഴെ മായാമാളവകളാണ് എഴുതിയേക്കുന്നത്. നമ്മൾ സംഗീതം പഠിക്കുന്നവരെ ആദ്യം പഠിപ്പിക്കുന്ന രാഗമാണ് അത്. അപ്പോൾ അതേപോലെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 12 നോട്ട് വെച്ചിട്ട് ഒരുപാട് പ്രോബബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് രാഗങ്ങൾ, നമുക്ക് മൊത്തം 72 രാഗങ്ങളാണ് ഈ ശാസ്ത്രീയ സംഗീതം ഉണ്ടെന്ന് പറയുന്നത്. ഇവിടെ 2 എഴുതിയിട്ടുണ്ട്, മായാമാളവകളയും പിന്നെ ഹരിരാംബോജി എന്ന് പറയുന്നത്. ഇപ്പം ഒരു രാഗം നമ്മൾ എഴുതിയിട്ട് അതിനകത്ത് ഒറ്റ നോട്ടൊന്നും മാറ്റിയാൽ, ഇപ്പം ഒരെണ്ണത്തിൽ ഞാൻ രീവൺ ഉപയോഗിച്ചു, ബാക്കി എന്നിട്ട് വേറൊരെണ്ണത്തിൽ ഞാൻ രീവൺ മാറ്റി രീറ്റു ആക്കി, പക്ഷെ ബാക്കി എല്ലാ നോട്ടും സെയിം ആണെന്ന് വിചാരിക്കുക. ആ ഒരൊറ്റ നോട്ട് മാറിയാൽ മതി, ആ രാഗത്തിൻ്റെ ഭാവം മാറും. ഇപ്പം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഭാവമായിരുന്നെങ്കിൽ അത് മാറി ഒരു ദുഃഖിപ്പിക്കുന്ന ഭാവം ആവും. ഒരൊറ്റ നോട്ട് മാറിയാൽ മതിയാവും ഇതിൻ്റെ ഫീല് കംപ്ലീറ്റ് മാറാം. അപ്പോൾ അവിടെയാണ് ഈ ഷാർപ്പ് നോട്ടും ഫ്ലാറ്റ് നോട്ടും പ്രാധാന്യം മനസ്സിലാവുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ വെസ്റ്റേണിൽ ഷാർപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞാണ് ഷാർപ്പ് അല്ലെങ്കിൽ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അതാണ്. അതും കൂടെ ചേർത്തിട്ട് 12 നോട്ട്സ് വരുന്നതിനെയാണ് ഈ ക്രോമാറ്റിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി സി. ഇക്കും ബിക്കും ഷാർപ്പില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഓപ്പൺ, അതായത് ഏറ്റവും മുകളിലത്തെ സ്ട്രിങ് അല്ലെങ്കിൽ ഈ സ്ട്രിങ്, ഇത് മറന്നു പോയെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. എഡ്ഡി, എറ്റ്, ഡൈനാമൈറ്റ്, ഗുഡ് ബൈ, എഡ്ഡി. മുകളിൽ താഴോട്ടാണ്. അപ്പോൾ മുകളിലത്തെ സ്ട്രിങ് ഇ ആണ് ഓപ്പൺ വായിച്ചാൽ. അതിൻ്റെ ഫസ്റ്റ് ഫ്രെറ്റ് ശരിക്കും ഇങ്ങനെയാണ് ഫ്രെറ്റ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. ഫസ്റ്റ് ഫ്രെറ്റ് ഞാൻ പിടിച്ചാൽ കിട്ടുന്ന ശബ്ദം അതാണ്. ക്രോമാറ്റിക് സ്കെയിൽ നോക്കിയാൽ ഈ കഴിഞ്ഞ് തൊട്ടടുത്ത ശബ്ദം, കാരണം ഇവിടെ സ്ട്രിങ് ടൈറ്റ് ആവുകയാണ്, അപ്പം ഫ്രീക്വൻസി കൂടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഹയർ ശബ്ദമാണ് വരുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രെറ്റ് പ്രസ് ചെയ്താൽ എഫ്, സെക്കൻഡ് ഫ്രെറ്റ് പ്രസ് ചെയ്താൽ എഫ് ഷാർപ്പ്, അത് കഴിഞ്ഞാൽ ജി ഷാർപ്പ്, എ ഷാർപ്പ്, ബി, സി, ബിക്ക് ഷാർപ്പില്ല, സി ആണ്, ബി, സി ഷാർപ്പ്, ഡി ഷാർപ്പ്, ഇ. 12ാമത്തെ ഫ്രെറ്റ് വന്നപ്പോൾ വീണ്ടും ഇ വന്നു. ഈ 2 ഡോട്ടുള്ളത് 12ാമത്തെ ഫ്രെറ്റാണ് ഇ. ഓക്കെ, അങ്ങനെ ഓരോ സ്ട്രിങ്ങും നിങ്ങൾക്ക് നോക്കാം. അടുത്തത് എ സ്ട്രിങ് ആണ്. എ ഓപ്പണായിട്ട് വായിച്ചാൽ എ ആണ്. ഫസ്റ്റ് ഫ്രെറ്റ് പ്രസ് ചെയ്താൽ അത് എ ഷാർപ്പ് ആവും. അത് കഴിഞ്ഞാൽ ബി, അത് കഴിഞ്ഞാൽ സി, ബിക്ക് ഷാർപ്പില്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് സി ആണ്, അത് കഴിഞ്ഞ് സി ഷാർപ്പ്. അങ്ങനെ ഓരോന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടും നോട്ട്സ് എങ്ങനെയാണ് ഇന്നത്തെ കിടക്കുന്നത്. പിന്നെ ഫ്രെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്രെറ്റ് എന്താണെന്ന് പറഞ്ഞില്ല. ഈ വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ മെറ്റൽ സ്ട്രിപ്പിൻ്റെ ഇടയ്ക്കുള്ള ആ പോർഷൻ, അതാണ് ഫ്രെറ്റ്. അപ്പോൾ ഇത് 1ാമത്തെ ഫ്രെറ്റ്, ഇത് 2ാമത്തെ ഫ്രെറ്റ്, ഇത് 3ാമത്തെ ഫ്രെറ്റ്, 4ാമത്തെ ഫ്രെറ്റ്, 5ാമത്തെ ഫ്രെറ്റ്, 6ാമത്തെ ഫ്രെറ്റ്, 7ാമത്തെ ഫ്രെറ്റ്, അങ്ങനെ. അപ്പോൾ നിങ്ങൾ 10ാമത്തെ ഫ്രെറ്റിൽ ഇപ്പം 1ാമത്തെ സ്ട്രിങ് 10ാമത്തെ ഫ്രെറ്റ് പ്രസ് ചെയ്യാൻ ഒരാൾ പറഞ്ഞാൽ അവിടുന്ന് കൗണ്ട് ചെയ്ത് വരേണ്ട കാര്യമില്ല. അതിനാണ് ഈ ഡോട്ട് ഇട്ടിരിക്കുന്നത്. 3ൻ്റെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 3ൻ്റെ അവിടെ ഡോട്ടുണ്ട്, 5ൻ്റെ അവിടെ ഉണ്ട്, 7, 9, 12. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ 9 ഇതാണെന്നറിയാം. അപ്പോൾ തൊട്ടിപ്പുറത്ത് 12, 10, 9, 10, 11, 12. അതാണെങ്കിൽ ഏത് സ്ട്രിങ്ങിൻ്റെ ഏത് ഫ്രെറ്റ് പ്രസ് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ അവിടെ നിന്ന് നോക്കണ്ട, നമ്മൾ ഇത് വെച്ച് നമുക്കറിയാം ഇത് 9 ആണെന്ന് അറിയാം. അപ്പം 11 പിടിക്കാൻ പറഞ്ഞാൽ ഇത് 2 കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 12ന് മുന്നേ ഉള്ള ഫ്രെറ്റാണ് 11. ഓക്കെ, ഈ ബേസിക് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് വീഡിയോ ഇട്ടത്. പിന്നെ വേറെ ഓക്കെ, പിന്നെ അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓരോ നോട്ടും ആയിട്ടൊന്നും പരിചയമാവുക. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി.
നമ്മൾ ഫ്രെറ്റ് ചെയ്യുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്ട്രിങ് ഫസ്റ്റ് ഫ്രെറ്റ് പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു ഫ്രെറ്റിന് ഇത്രയും സ്പേസ് ഉണ്ട്. ഇതിനകത്ത് എവിടെ ഫ്രെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ മെറ്റൽ സ്ട്രിപ്പിൻ്റെ തൊട്ട് ബാക്കിൽ, അവിടെയാണ് കറക്റ്റ് സൗണ്ട് കിട്ടുന്നത് ആ നോട്ടിൻ്റെ. ഒരുപാട് ഇവിടെ പോലെ ഇവിടെ പോയപ്പോൾ കണ്ടോ ശബ്ദം ഒരുപാട് മ്യൂട്ട് പോലെ ആയിപ്പോയി. ഈ സ്ട്രിപ്പിൻ്റെ ഡയറക്റ്റ് മുകളിലും വരരുത്, വിരൽ തൊട്ട് ബാക്കിൽ ക്ലിയർ സൗണ്ട് കിട്ടുന്ന എവിടെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതാണെങ്കിൽ ഏത് ഫ്രെറ്റ് ആണെങ്കിലും സെക്കൻഡ് ഫ്രെറ്റ് ആണെങ്കിലും ഇവിടെ തൊട്ട് ബാക്കിൽ തേർഡ് ഫ്രെറ്റ്, ഏത് സ്ട്രിങ് ആണെങ്കിലും ഏത് ഫ്രെറ്റ് ആണെങ്കിലും ഉള്ള കാര്യം പറഞ്ഞതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഫ്രെറ്റ് ചെയ്യുമ്പോൾ വിരൽ പെർപെൻഡിക്കുലറായിട്ട് വെക്കുക, ഇങ്ങനെ വെക്കരുത്. വിരലിൻ്റെ തുമ്പ് വെച്ചാണ് ഫ്രെറ്റ് ചെയ്യുന്നത്. നമ്മൾ തുമ്പ് വെച്ച് ഫ്രെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാമെന്ന് അറിയത്തില്ല, ഇവിടെ ആദ്യമൊക്കെ വേദന ഉണ്ടാവും, പിന്നെ അവിടെ ഒരു തഴമ്പ് വരും. ആദ്യത്തെ വേദന അത് സഹിച്ചേ പറ്റത്തുള്ളൂ. അത് നല്ല സ്ട്രിങ്സും കൂടെ ആണെങ്കിൽ നല്ല വേദന വരും. പിന്നെ ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഈ ഫസ്റ്റ് ഫ്രെറ്റൊക്കെ പ്രസ് ചെയ്യുമ്പോൾ നല്ല പെയിൻ വരും. അതൊരു ഒരാഴ്ച 2 ആഴ്ച നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും, അതങ്ങ് മാറും. ഓക്കെ, ഒരു ബേസിക് തിയറി പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഓരോ സ്ട്രിങ്ങും ഈ പറഞ്ഞ ക്രോമാറ്റിക് സ്കെയിൽ വെച്ച് ഓരോ നോട്ടൊന്ന് പരിചയമാവുക. ഇത് ഓപ്പൺ വായിച്ചാൽ ഈ, അതായത് ഏറ്റവും ടോപ്പിലെ സ്ട്രിങ് ഫസ്റ്റ് ഫ്രെറ്റ് പ്രസ് ചെയ്താൽ എഫ് ഷാർപ്പ്, ജി, ഡി ഷാർപ്പ്, അതേപോലെ ഓരോ സ്ട്രിങ്ങിൻ്റെയും ഓപ്പൺ നോട്ട് ആദ്യം നോക്കിയിട്ട് ഫസ്റ്റ് ഫ്രെറ്റ് ചെയ്യുമ്പോൾ ഏതാവും എന്നുള്ളത് ആ നോട്ട് നിങ്ങൾക്ക് പോസ് അടിച്ചിട്ട് വേണമെങ്കിൽ ആ ക്രോമാറ്റിക് സ്കെയിൽ എഴുതിയെടുക്കാം, എന്നിട്ട് നോക്കിയാലും മതി.